ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അമേരിക്കയിലെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ദ്വീപിൻ്റെ ചുറ്റിലുമുള്ള കാഴ്ചകളാണ്. രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പം ഈ കാഴ്ചകൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഇനി നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം. ദ്വീപിന് ചുറ്റും ആണ് ഒരു നടക്കുന്ന വഴികൾ ഉള്ളത്. കാരണം നടുക്ക് ഗോൾഫ് കളിക്കാനുള്ള ഒരു വലിയ ഗ്രൗണ്ടാണ്. ഏതാണ്ട് ദ്വീപിൻ്റെ പകുതി ഭാഗത്തോളം വരും ഈ ഗോൾഫ് ഗ്രൗണ്ട്. അതിന് ചുറ്റിലുമാണ് ഓരോ വീടുകളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടുള്ള മെച്ചം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വീടുകൾക്കും ആ വീടുകളുടെ എല്ലാം പുറകുവശം കടൽ തീരമായിരിക്കും. വളരെ സമ്പന്നരായ ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപാണത്. ആൾക്കാർ ഉല്ലാസയാത്രയ്ക്കും അതുപോലെ തന്നെ അവധി സമയം ചെലവിടുന്നതിനും മാത്രമേ ഈ ദ്വീപിലേക്ക് വരാറുള്ളൂ. വലിയ വലിയ ആൾക്കാർക്കൊക്കെ അവരവരുടെ വീടുകൾ, സ്വന്തമായിട്ടുള്ള വീടുകൾ ഈ ദ്വീപിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പം അവർക്ക് ഗോൾഫ് കളിക്കാനുള്ളതായിട്ടാണ് ഈ ഗോൾഫ്. ഇപ്പോൾ കാണാം വഴി കൂടെ നടക്കുന്ന മുയലും കുഞ്ഞുങ്ങളെ. കാട്ടുജീവികൾ, നമ്മുടെ കുറുക്കനും പാക്കാനും തൊട്ടുള്ള ഒരുവിധ എല്ലാ ജീവികളും ഇവിടെ ഉണ്ട്. കാരണം എല്ലാ വീടുകളും കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഏരിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടൽ തീരത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇഷ്ടംപോലെ മരങ്ങൾ കാട് പോലെ വളർന്ന് നിൽപ്പുണ്ട്. കാണാം, നിങ്ങൾക്ക് ചുറ്റിലും കാണാം. ഇപ്പോഴും ഇഷ്ടംപോലെ മരങ്ങൾ കടൽ തീരത്ത് എപ്പോഴും വളർന്നു നിൽക്കുന്ന കാരണം ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ 3 മരം വെച്ച് പിടിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇതിപ്പം വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ. അതുപോലെ തന്നെ ഇന്ന് സൂര്യപ്രകാശമുള്ള ദിവസവും കൂടിയാണ്. വീക്കെൻഡ് അല്ലാത്ത ദിവസങ്ങളിൽ അവധിക്ക് വരുന്നവർ മാത്രമേ ചിലപ്പോൾ 1-2 ബോട്ടൊക്കെ ഇവിടെയൊക്കെ കാണുകയുള്ളൂ. എവിടെയെങ്കിലും മണൽത്തിട്ട കണ്ടെങ്കിൽ അവിടെയൊക്കെ ആൾക്കാർ വന്നേച്ച് തമ്പടിക്കും ബോട്ട് കൊണ്ട് വന്നിട്ട് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ. അങ്ങനെയാണ് ഇവിടുത്തെ വീക്കെൻഡുകൾ ആഘോഷമാക്കുന്നത്. അണ്ണാങ്കുഞ്ഞ് വന്നിരുന്നേച്ച് പൈൻ മരത്തിൻ്റെ കായ്കളാണ് പൊട്ടിച്ച് തിന്നുന്നത്. അതിനുങ്ങൾക്കൊന്നും ഒരു പേടിയില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം, കാട്ട് കൽഗങ്ങളാണിത്. ഇവയും ഇതിൻ്റെ നമ്മുടെ പരിസരത്ത് തന്നെയാണ് താമസിക്കുന്നത്. നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്തൊക്കെ രാവിലെയും വൈകുന്നേരവും കൂട്ടമായിട്ട് ഇതുങ്ങളെ കാണാൻ പറ്റുന്നതാണ്. ഇന്നിപ്പോൾ ഒത്തിരി എണ്ണം ഇല്ലെന്ന് തോന്നുന്നു, 4-5 എണ്ണമൊക്കെ ഉള്ളൂ. അല്ലാത്ത സമയത്ത് 10, 15, 20 ഇതിൻ്റെ പെടകളും. ഇതിപ്പോൾ പൂവന്മാരാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പെടകളും കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് ഗ്രൂപ്പായിട്ട് നടക്കുന്ന കാണാം. എന്തെങ്കിലും ഒരു നല്ല കാഴ്ചയാണിത്. എന്നെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഇത് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഏതെങ്കിലും മരത്തേലേക്ക് നമ്മുടെ കൽഗങ്ങളെ ഉപേക്ഷിച്ചതിനുള്ള മെച്ചം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കൂടുതൽ പറക്കും. മരത്തിൻ്റെ വലിയ മരത്തിൻ്റെ മണ്ട വരയിലൊക്കെ കയറിയിരിക്കും. അത് ഓരോ മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് പറന്ന് അങ്ങനെ ബൈ വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് വലിയ മരത്തിൻ്റെ മണ്ടേ വരെ ചെല്ലും. അല്ലാതെ നേരെ നിലത്തുനിന്ന് ഒറ്റപ്പറക്കയ്ക്ക് മണ്ടേ ചെല്ലുകയില്ല. അതുപോലെ തന്നെ വണ്ടിക്കാരൊക്കെ വരികയാണെങ്കിൽ എല്ലാ വണ്ടിക്കാരും ഈ ജീവികളൊക്കെ ക്രോസ് ചെയ്യുവാണെങ്കിൽ ഈ വണ്ടികൾ നിർത്തി കൊടുക്കും. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ ക്രോസ് ചെയ്താൽ പോലും ഡ്രൈവർമാർക്ക് നിർത്താൻ മടിയാണ്. ഇവിടെയൊക്കെ എന്നാ തിരക്കാന്ന് പറഞ്ഞാലും ശരി, ഡ്രൈവർമാർ നിർത്തി കൊടുക്കും. ആ ജീവികൾ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞേച്ചേ വണ്ടി ഓടിച്ച് പോവുകയുള്ളൂ. ഉച്ച കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഈ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏതാണ്ട് ദ്വീപിൽ നിന്ന് ഏതാണ്ട് ഒരു 7 കിലോമീറ്ററോളം ദൂരം വരും അടുത്ത സ്റ്റേഷനിലേക്ക്. അവിടെയാണ് നമുക്ക് ബസ് കിട്ടണമെങ്കിൽ, ലോക്കൽ ബസ് കിട്ടണമെങ്കിൽ, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് കിട്ടണമെങ്കിൽ, പിന്നെ ഷോപ്പിങ്ങിന് ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെയുള്ള തയ്യൽ കട, ബാർബർ ഷോപ്പ്, അങ്ങനെയുള്ള എല്ലാ കടകളും അവിടെയുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഫ്രഷായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. വാങ്ങിച്ചങ്ങനെ കൂട്ടി വെച്ചിട്ട് ഉപയോഗിക്കുകയില്ല. അന്നന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങളും കൂടെ വാങ്ങിക്കും.
ബാക്കി 2 ദിവസം കഴിഞ്ഞേച്ച് വീണ്ടും പോയി മേടിക്കും. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരമായപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കി തരാൻ പിസ്സ ട്രക്ക് വന്നിട്ടുണ്ട്. ഇവർ ലൈവായിട്ട് തന്നെ പിസ്സ നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ പിസ്സ ഒക്കെ കഴിച്ച് വൈകുന്നേരം